തിരുവനന്തപുരത്തേക്കാണ് വീണ്ടും. തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? BJP സംസ്ഥാനത്ത് ആദ്യമായി അധികാരത്തിൽ ഏറുന്നതിന് സാക്ഷ്യം വഹിക്കുന്നതിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ് നൽകും. പ്രതീഷ്, പറയൂ. ദിലീപ് കുമാർ, BJPയെ സംബന്ധിച്ച് ചരിത്ര നിമിഷം കൂടിയാണ്. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയുടെ ആദ്യ മേയറായി അല്പസമയത്തിനകം തന്നെ VV രാജേഷ് ചുമതലയേൽക്കും. ഇനി ഔദ്യോഗികമായൊരു പ്രതികരണം, ഒരു സ്ഥിരീകരണം കൂടി കിട്ടിയാൽ മതി. ഇപ്പോൾ ഈ വോട്ട് എണ്ണുകയാണ്. വോട്ടെടുപ്പ് നേരത്തെ പൂർത്തിയായിരുന്നു. ഇപ്പോൾ കൗണ്ടിംഗ് നടക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായ പ്രഖ്യാപനം ജില്ലാ കളക്ടറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. നിലവിൽ ഈ കോർപ്പറേഷൻ ഭരിക്കാനുള്ള ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിലേക്ക് BJP എത്തിയിട്ടുണ്ട്. ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച പാറ്റൂർ രാധാകൃഷ്ണന്റെ പിന്തുണ കൂടി BJPക്ക് ലഭിച്ചതോടെയാണ് 51 എന്നുള്ള ഒരു എണ്ണത്തിലേക്ക് BJP ഇവിടെ എത്തിയിട്ടുള്ളത്. ഒപ്പം ഈ വലിയ ഒരു പ്രതീക്ഷ ഇതുമായി ബന്ധപ്പെട്ട BJP വച്ചു പുലർത്തുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിക്കുന്നതോടുകൂടി തന്നെ സംസ്ഥാനത്തെ മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിലും അതിന്റെ സ്വാധീനത്താൽ ഈ നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയിച്ച് കയറാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ BJPക്കുണ്ട്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ പ്രധാനപ്പെട്ട 4 മണ്ഡലങ്ങളാണ്. BJPക്ക് സ്വാധീനമുള്ള 4 മണ്ഡലങ്ങൾ. തിരുവനന്തപുരം സെൻട്രൽ, നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം മണ്ഡലങ്ങളാണ് BJPയുടെ വലിയ പ്രതീക്ഷയുള്ള മണ്ഡലം. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കാനായതിൽ വലിയ ആത്മവിശ്വാസവും പ്രതീക്ഷയുമാണ് BJPയെ സംബന്ധിച്ചുള്ളത്. അത് വലിയ ആഘോഷമാക്കി തീർക്കുക കൂടിയാണ് BJP നേതാക്കളും അണികളും. ഞാൻ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ കൗൺസിൽ ഹാളിന് പുറത്തുള്ള ദൃശ്യങ്ങളാണ്. BJP പ്രവർത്തകർ ഇവിടെ വലിയ മുദ്രാവാക്യം വിളിക്കുകയാണ്. നിയുക്ത മേയർ VV രാജേഷിനും പാർട്ടിക്കും ഉൾപ്പെടെ വലിയ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ കൗൺസിൽ ഹാളിന് പുറത്ത് BJP പ്രവർത്തകരുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ കൗൺസിൽ ഹാളിലേക്ക് പ്രവേശിപ്പിക്കും. അതിനുശേഷമായിരിക്കും ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുന്നത്. ഇപ്പോഴും ഈ കൗണ്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൗൺസിൽ ഹാളിന് പുറത്ത് സലിം മാലിക് കൂടിയുണ്ട്. സലിം മാലിക്, എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിശേഷങ്ങൾ? ദിലീപ് കുമാർ, ഇപ്പോഴും ഔദ്യോഗികമായി ഇനി പ്രഖ്യാപനം VV രാജേഷ് തിരുവനന്തപുരം മേയർ എന്ന പ്രഖ്യാപനം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ വോട്ടെടുപ്പിന്റെ നില ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏത് നിലയിലാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും അല്പസമയത്തിനകം തന്നെ വ്യക്തമാകും. തിരുവനന്തപുരം കോർപ്പറേഷന് പുറത്ത് വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ ഉള്ളത്. നമുക്ക് ഈ കോർപ്പറേഷന്റെ കൗൺസിൽ ഹാളിന് തൊട്ടുപുറത്ത് ഈ പ്രവർത്തകർ ആകെ തടിച്ചുകൂടിയിരിക്കുകയാണ്. പ്രവർത്തകർ മാത്രമല്ല, പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇവിടേക്ക് എത്തിയിരിക്കുകയും ഇതിനോടകം തന്നെ എത്തിയിട്ടുമുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഒപ്പം മുൻ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ തുടങ്ങി കുമ്മനം രാജശേഖരൻ തുടങ്ങിയ പ്രധാനപ്പെട്ട എല്ലാ BJP നേതാക്കളും ഇതിനോടകം തന്നെ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിലേക്ക് ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് എത്തിയിട്ടുണ്ട്. ഈ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം വലിയ ആവേശത്തോടു കൂടിയുള്ള പ്രകടനവും സ്വീകരണവും ഒക്കെ ഇവർ ഈ കോർപ്പറേഷൻ മൈതാനത്ത് തന്നെ ഇവർ ഇതിനോടകം തന്നെ ആലോചിക്കുന്നുമുണ്ട്. കാരണം വളരെ കാലത്തെ BJP പ്രവർത്തകരുടെ ആഗ്രഹവും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനവുമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഈ മേയർ സ്ഥാനത്തേക്ക് ഒരു BJP മേയർ തിരുവനന്തപുരത്ത് ഉണ്ടാകുന്നത്. കേരളത്തിലെ തന്നെ ആദ്യത്തെ BJP മേയറായി VV രാജേഷും ആദ്യത്തെ ഡെപ്യൂട്ടി മേയറായി ആശാനാഥും മാറുമ്പോൾ അത് വളരെ കാലമായി സംസ്ഥാനത്തെ അതല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ഒക്കെ BJP പ്രവർത്തകർ സ്വപ്നം കണ്ട ഒരു നേട്ടമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നേരത്തെ ഈ പ്രധാനമന്ത്രി തലസ്ഥാനത്തെത്തുമ്പോൾ തിരുവനന്തപുരം നഗരസഭയുടെ മേയർ എന്ന നിലയിൽ ഒരു BJP മേയർ അവരെ സ്വീകരിക്കുമെന്ന അവകാശവാദമൊക്കെ മുൻപ് ഈ BJPയുടെ ഭാഗത്ത് നിന്ന് മുഴക്കിയിരുന്നു. ആ ഘട്ടത്തിലൊക്കെ കോൺഗ്രസും CPIM-ഉം ഒക്കെ വലിയ പരിഹാസം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇനി അടുത്ത തവണ ഇപ്പോൾ തന്നെ ഇതിനോടകം തന്നെ VV രാജേഷ് പറഞ്ഞിട്ടുണ്ട്, 13-ാം തീയതി മുതൽ എണ്ണി 45 ദിവസത്തിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രിയെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കും. അതിനുശേഷം കോർപ്പറേഷന്റെ വികസന പത്രിക അവതരിപ്പിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വികസന പത്രിക അവതരിപ്പിക്കാനായി ഇവിടേക്ക് പ്രധാനമന്ത്രി എത്തിയാൽ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനായി പ്രധാനമന്ത്രി എത്തിയാൽ ഉറപ്പായും BJPയുടെ ഒരു മേയർക്ക് തന്നെ എയർപോർട്ടിൽ പോയി നിലവിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളൊരു BJP പ്രവർത്തകർക്ക് ഏറെക്കാലമായി തിരുവനന്തപുരത്ത് സ്വപ്നം കണ്ടൊരു നേട്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, സുരക്ഷിതമായ ഭൂരിപക്ഷത്തിലാണ് BJP ഇവിടേക്ക് അധികാരത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. 101 അംഗ കൗൺസിലിൽ ഇത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 100-ൽ 50 സീറ്റുകളും വിജയിച്ചുകൊണ്ടാണ് BJPക്ക് കംഫർട്ടബിളായി തന്നെ ഒരു ഈ മേയറായി VV രാജേഷിനെ എത്തിക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ മേയറെ ചൊല്ലിയുള്ള ചില തർക്കങ്ങളൊക്കെ തുടക്കത്തിലുണ്ടായിരുന്നു. ആശ്രയിലേക്ക് മേയർ സ്ഥാനം വാഗ്ദാനം ചെയ്യുകയും അതിന് പിന്നാലെ തന്നെ ഇപ്പോൾ തൃപ്പൂണിത്തുറ നഗരസഭയിൽ നിന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. തൃപ്പൂണിത്തുറ നഗരസഭ BJP ഭരിക്കും.
എന്ന വാർത്തയാണ് വരുന്നത്. അഡ്വക്കേറ്റ് PL ബാബു വിജയിച്ചിരിക്കുകയാണ്. 21 വോട്ടുകളാണ് NDA സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് PL ബാബു നേടിയത്. LDFിൻ്റെ സ്ഥാനാർത്ഥി KT അഖിൽദാസിന് 20 വോട്ടുകൾ. 20-നെതിരെ 21 വോട്ടുകൾക്ക് തൃപ്പൂണിത്തുറ നഗരസഭ BJP ഭരിക്കും എന്ന വാർത്ത ഇപ്പോൾ വരികയാണ്. കാഞ്ഞങ്ങാട് നഗരസഭയിൽ ചെയർമാൻ സ്ഥാനം LDFിന് VV രമേശനാണ് കാഞ്ഞങ്ങാട് നഗരസഭയുടെ പുതിയ ചെയർമാൻ എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. വീണ്ടും തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരം നഗരസഭ ഏവരും ഉറ്റുനോക്കുന്ന നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ. അവിടെ വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. ഇനി ഔദ്യോഗികമായ ഫലപ്രഖ്യാപനം മാത്രമേ ബാക്കിയുള്ളൂ. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറായി VV രാജേഷ്, BJP സ്ഥാനാർത്ഥി, NDA സ്ഥാനാർത്ഥി VV രാജേഷ് തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതയാണ് നിലവിലെ കക്ഷിനില പ്രകാരം കൂടുതലുള്ളത്. VV രാജേഷിനെ തിരുവനന്തപുരം മേയറായി അല്പസമയത്തിനകം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനാണ് സാധ്യത. ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് പിന്നീടാണ്. ഉച്ചയ്ക്ക് ശേഷമാണ്. ഡെപ്യൂട്ടി മേയറായി GS ആശാനാഥിനെയാണ് BJP നിർദ്ദേശിച്ചിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.